കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു ചാനലിൻ്റെ പേരാണ് ഫസി മിനി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നൽകുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പുതിയ സ്റ്റോറിയാണ് ആന എലികൾ ഒരു കൂട്ടരും. അപ്പോൾ കഥയിലേക്കൊന്ന് പോയി നോക്കിയാലോ? അന്നാ വരൂ. അകലെ കാട്ടിൽ അവിടെ ഒരു കൂട്ടം ആനകൾ ഉണ്ടായിരുന്നു. വെള്ളം തേടി കാട്ടിലൂടെ നടന്നു. കാലാവസ്ഥയായതിനാൽ തടാകങ്ങളെല്ലാം വറ്റിവരണ്ടു. ആനകൾ കാടിന്റെ ഒരു ഭാഗത്ത് നിന്ന് അമ്മൂമ്മയിലേക്ക് നടന്നു. ഒരു ദിവസം അവർ നടക്കുമ്പോൾ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ തണലെടുക്കാൻ തീരുമാനിച്ചു. എല്ലാ ആനകളും തളർന്നതിനാൽ അവർ നിലത്തു കിടന്നു. മരത്തിന്റെ ചുവട്ടിൽ ഒരു കൂട്ടം എലികൾ ഉണ്ടായിരുന്നു. അവർ തലമുറകളായി ഈ മരത്തിന്റെ ചുവട്ടിൽ താമസിച്ചിരുന്നു. എലികൾ മരത്തിനടിയിൽ ധാരാളം ദ്വാരങ്ങൾ ഉണ്ടാക്കി. ആനകൾ നിലത്തു കിടക്കുമ്പോൾ പല ദ്വാരങ്ങളും തകർന്നു. ധാരാളം എലികൾ ചത്തു. എലികളുടെ തല വിഷമിച്ചു. അവൻ വിനയത്തോടെ ആനകളുടെ തലവന്റെ അടുത്തേക്ക് പോയി അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട ആന, ഞങ്ങളുടെ വീടുകൾ ഈ 3 താഴെയാണ്. നിങ്ങളുടെ സഹ ആനകൾ ഇവിടെ കിടക്കുന്നതിനാൽ ഞങ്ങളുടെ വീടുകൾ തകർന്നു വീഴുന്നു. ദയവായി മറ്റൊരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമോ? ആനത്തലവൻ അവന്റെ അപേക്ഷ പരിഗണിച്ച് തന്റെ കൂട്ടത്തോടൊപ്പം മറ്റൊരു മരത്തിലേക്ക് നീങ്ങി. എലികൾ വളരെ സന്തോഷിച്ചു ആനകളോട് നന്ദി പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചില ആനകളെ ഒരു കൂട്ടം വേട്ടക്കാർ പിടികൂടി. കൂറ്റൻ വലകൾക്കിടയിലാണ് ഇവർ കുടുങ്ങിയത്. ആനകൾ ശക്തരായിട്ടും അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു ആന എലിയുടെ തലയുടെ അടുത്ത് ചെന്ന് അവനോട് സഹായം അഭ്യർത്ഥിച്ചു. എലികളുടെ കൂട്ടം എല്ലാ ആനകളും കുടുങ്ങിയ സ്ഥലത്തേക്ക് നീങ്ങി. എലികൾ ഒരുമിച്ച് പ്രവർത്തിച്ച എല്ലാ വലകളും വെട്ടിമാറ്റി. താമസിയാതെ എല്ലാ ആനകളും സ്വതന്ത്രരായി. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് ആനത്തലവൻ എല്ലാ എലികളോടും നന്ദിയുള്ളവനായിരുന്നു. അതെ, എങ്ങനെയുണ്ടായിരുന്നു ആ കഥ? ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും അത് മറക്കരുത്. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ബൈ.